അടങ്ങാത്ത പ്രതിഷേധം, മൂർച്ചയേറിയ വാക്കുകൾ. ഇന്ന് കേരളം കണ്ടതും കേട്ടതും പഞ്ചാരക്കൊല്ലിയിൽ വന്യമൃഗങ്ങളെ പേടിച്ച് ജീവിക്കുന്ന ഒരു പറ്റം മനുഷ്യരുടെ രോഷവും ഭീതിയുമാണ്. എസ്റ്റേറ്റിലെ പണിയെടുത്ത് നിത്യജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. പഞ്ചാരക്കൊല്ലി ഗ്രാമത്തെ അവിടുത്തുകാർക്ക് നന്നായി അറിയാമെങ്കിലും മനുഷ്യനെ കൊന്നു തിന്നാൻ പാകത്തിലുള്ള മൃഗങ്ങൾക്ക് മുൻപിൽ നിസ്സഹായരായ ഈ മനുഷ്യർക്ക് എന്താണ് ചെയ്യാനാവുക? ആ നിസ്സഹായതയുടെ പേരുകൂടെയാണ് കടുവ ആക്രമണത്തിൽ മരിച്ച രാധ. ഇനി ഒരാൾ കൂടെ ഈ ഗ്രാമത്തിന് നഷ്ടമായി കാണാം. അപ്പോൾ പിന്നെ പ്രതിഷേധമാണ് മാർഗമെന്ന് ഈ മനുഷ്യർക്കും അറിയാം. കൊല്ലണമെന്ന് തന്നെ ആ തീരുമാനത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ നാട്ടിൽ നിന്നും വേറൊരു നാട്ടിലേക്ക് കൊണ്ടുവിട്ട് അവരുടെ ഗതിയും ഇതാണല്ലോ. നാളേക്ക് ഇങ്ങനെയാണല്ലോ സംഭവിക്കുക. വെടിവെച്ച് കൊല്ലണമെന്നാണ് പ്രതിഷേധക്കാർ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂട്ടിലകപ്പെടുത്തി പിടികൂടിയാലും വീണ്ടും കടുവ വരുമെന്ന ഭീതിയാണത്. ഇതോടെ വനം വകുപ്പ് കൂടുതൽ പ്രതിരോധത്തിലായി. സബ് കളക്ടർ കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന് പ്രതിഷേധക്കാർ തറപ്പിച്ചു പറഞ്ഞു. വരുമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും കളക്ടർ എത്താതായതോടെ പ്രതിഷേധം കൂടുതൽ ശക്തിയാർജിച്ചു. ഇവിടെ പ്രശ്നം വാസനായിക്കൊണ്ടായിരിക്കും. 1.5 മണിക്കൂർ കളക്ടറിന് ഇവിടുത്തെ കെട്ടാൻ വേണ്ടു. രാവിലെ മുതൽ ഭക്ഷണം പോലും കഴിക്കാൻ നിൽക്കാണ്. ഉദ്യോഗസ്ഥന്മാർ ഈ സഹോദരന്മാരെ എന്തെങ്കിലുമൊക്കെ പ്രകോപിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരി വയനാട് കളക്ടറും സബ് കളക്ടറും റവന്യൂ അധികാരികളുമാണ്. അപ്പോഴേക്കും അരുൺ സക്രിയയും സംഘവും പഞ്ചാരക്കൊല്ലിയിലെത്തി. പിന്നാലെ ADMK ദേവകിയും ബേസ് ക്യാമ്പ് ഓഫീസിലേക്ക്. ചർച്ച പുരോഗമിക്കുന്നതിനിടയ്ക്കാണ് ബേസ് ക്യാമ്പിന് 300 മീറ്റർ അപ്പുറത്ത് കടുവയെ കണ്ടെന്ന് കുറച്ചാളുകൾ സംശയമുന്നയിച്ചത്. പിന്നാലെ പ്രതിഷേധക്കാരെല്ലാം പല വഴിക്ക് തേയിലത്തോട്ടത്തിലേക്ക്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് പരിശോധന ശക്തമാക്കി. ചിതറിയോടിയ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ സ്ഥലത്തു നിന്നും മാറ്റുകയും ചെയ്തു. DFO മാർട്ടിൻ ലോവൽ, CCF KS ദീപ, അരുൺ സക്കറിയ, ADMK ദേവകി എന്നിവർ ചേർന്ന് നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നാട്ടുകാർക്ക് ആശ്വാസം പകരുന്ന തീരുമാനവും വന്നു. കടുവയെ മൃഗശാലയിലേക്ക് മാറ്റുമെന്ന ഉറപ്പാണ് നൽകിയത്. അതോടൊപ്പം RRTയുടെ വലിയ സുരക്ഷാ സംഘവും പ്രദേശത്തുണ്ടാവും. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള 8 പേരടങ്ങിയ 10 ടീമംഗങ്ങളെ നിരീക്ഷണത്തിന് നിയോഗിച്ചിട്ടുണ്ട്. വെടിവെക്കാനുള്ള ഉത്തരവ് നടപടികൾ ഉൾപ്പെടെയുള്ള ഉത്തരവ് അനുസരിച്ചിട്ട് മേൽ ടീം അംഗങ്ങൾ പ്രവർത്തിക്കുന്നതാണ്. ചർച്ച വിജയകരമെന്ന് സമരക്കാരെ നഗരസഭാ വൈസ് ചെയർമാനും അറിയിച്ചു. കൃത്യമായി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. തന്നെ കടുവയെ വെടിവെച്ച് കൊല്ലാൻ തന്നെയാണ് തീരുമാനം. അതിനെ വെടിവെച്ച് കൊല്ലുന്ന സംവിധാനമായിട്ട് അവിടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കടുവയെ എത്രയും പെട്ടെന്ന് പിടികൂടുക എന്നതാണ് വനം വകുപ്പിന് മുൻപിലുള്ള പ്രധാനപ്പെട്ട ദൗത്യം. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.